ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ ദന്തസംരക്ഷണത്തെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജ ജെ സംസാരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏകദേശം 1.3 ബില്യൺ ആളുകൾക്ക് ഏതെങ്കിലും തലത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ട്. അതായത് ലോക ജനസംഖ്യയുടെ ഏകദേശം 16%. ഇതിൽ വലിയൊരു ശതമാനം കുട്ടികളാണ്. WHO-യും യൂണിസെഫും ചേർന്ന് റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏകദേശം 240 മില്യൺ കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് പറയുന്നത് ശാരീരിക, മാനസിക, ബൗദ്ധിക, സെൻസറി അല്ലെങ്കിൽ പെരുമാറ്റപരമായ പ്രശ്നങ്ങൾ കാരണം സാധാരണ കുട്ടികളെക്കാൾ പ്രത്യേകമായ ആരോഗ്യ പരിചരണം ആവശ്യമുള്ള കുട്ടികളാണ്. ഇവരിൽ ഡെന്റൽ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് എന്ന് നോക്കാം. ഈ കുട്ടികൾക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡയറ്റ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോഫ്റ്റ് ഷുഗറി ഫുഡ്സ് ആയിരിക്കും ഈ കുഞ്ഞുങ്ങൾ കൂടുതൽ കഴിക്കുക. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന മരുന്നുകൾ സിറോസ്റ്റോമിയ, അതായത് വായ വരളുന്ന അവസ്ഥയും ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് അഥവാ മോണവീക്കവും ഉണ്ടാക്കുന്നവ ആയിരിക്കാം. അതുപോലെ തന്നെ മോട്ടോർ പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണിവർ. അവർക്ക് തന്നെത്താനെ ബ്രഷ് ചെയ്യാൻ സാധിക്കില്ല. ബിഹേവിയറൽ പ്രോബ്ലംസ്, അതുപോലെ ഡെന്റൽ ഫിയർ, അതായത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാകുവാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും ഇവർ. അതിനാൽ തന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റിനോട് വളരെയധികം ഭയവും ഉണ്ടാകും. ഈ കുട്ടികൾക്ക് സാധാരണ കുട്ടികളെക്കാൾ ഓറൽ ഡിസീസസ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും സാധാരണമായ രോഗങ്ങളിൽ ഒന്നാണ് ഡെന്റൽ കേരീസ്. WHO റിപ്പോർട്ട് പ്രകാരം 3.5 ബില്യൺ ആളുകൾക്ക് ഓറൽ ഡിസീസസ് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകാനുള്ള ചില കാരണങ്ങൾ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മോട്ടോർ കോർഡിനേഷൻ പ്രശ്നങ്ങൾ, സ്പെഷ്യൽ ഡയറ്റ്സ്, അതുപോലെ തന്നെ ലോങ് ടേം മെഡിക്കേഷൻസ്, ഡെന്റൽ ആങ്സൈറ്റി, കൂടാതെ ഇവരിൽ പല്ലുകൾ വരാൻ കാലതാമസം നേരിടുക, പല്ലിന്റെ ഘടനയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുക, പല്ലിറുമുന്ന സ്വഭാവം അഥവാ ബ്രക്സിസം, റിസ്ക് ഓഫ് ട്രോമാറ്റിക് ഇഞ്ചുറീസ്, അതായത് ഫിറ്റ്സ് മൂലമോ അല്ലാതെയോ വീഴുവാനുള്ള സാധ്യത കൂടുതൽ, ഇവയൊക്കെയും ഉണ്ടാകാം. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഡെന്റൽ കെയർ ഇവരിൽ വളരെയധികം പ്രധാനമാകുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സാധാരണ കുട്ടികളെക്കാൾ 2-3 തവണ അധികം ദന്താരോഗ്യ പ്രശ്നങ്ങൾ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ കണ്ടുവരുന്നു. പെരിയോഡോണ്ടൽ ഡിസീസ് പ്രിവാലൻസ് അഥവാ മോണ സംബന്ധമായ അസുഖങ്ങൾ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ കൂടുതൽ ആണ്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ ഏർലി ഓൺസെറ്റ് പെരിയോഡോണ്ടൽ ഡിസീസ് കൂടുതലായി കാണപ്പെടുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ഡെന്റൽ ആങ്സൈറ്റി ആൻഡ് സെൻസറി സെൻസിറ്റിവിറ്റി കാരണം ഡെന്റൽ വിസിറ്റുകൾ വളരെ കുറവായിരിക്കും. സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികളിൽ മാലോക്ലൂഷൻ, ബ്രക്സിസം, ഡ്രൂളിംഗ് എന്നിവ കൂടുതലാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡെന്റൽ കെയർ ഒരു ലക്ഷറി അല്ല, അതൊരു ബേസിക് ഹെൽത്ത് റൈറ്റ് തന്നെയാണ്. WHO പറയുന്നത് പോലെ ഓറൽ ഹെൽത്ത് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ജനറൽ ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരു ഹെൽത്തി മൗത്ത് നല്ല ന്യൂട്രീഷൻ നൽകുന്നു, വ്യക്തമായ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് ഡെന്റിസ്റ്റുമാരായ ഞങ്ങൾ ചെയ്യേണ്ടത് പ്രിവെൻഷൻ ഫോക്കസ് കെയർ, കമ്പാഷനേറ്റ് അപ്രോച്ച്, ബിഹേവിയറൽ മാനേജ്മെന്റ് ടെക്നിക്സ് ഇവയൊക്കെയാണ്. ആവശ്യമുള്ളപ്പോൾ കോൺഷ്യസ് സെഡേഷൻ എന്നിവ ഉപയോഗിച്ച് ഈ കുട്ടികൾക്ക് മികച്ച ഓറൽ ഹെൽത്ത് ഉറപ്പാക്കുക എന്നതുമാണ്. ഇനി ദന്തരോഗങ്ങൾ വരുന്നതിൽ നിന്നും നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കാം. ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ പ്രിവെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹോം കെയറിൽ മാതാപിതാക്കളോ കെയർ ഗീവറോ അസിസ്റ്റഡ് ബ്രഷിംഗ് ആണ് വേണ്ടത്. ഇതിനുവേണ്ടി ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷോ ഫിംഗർ ബ്രഷോ ആയിരിക്കാം ഉചിതം. ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കൽ പ്രധാനമാണ്. ഇത് പോടുകൾ വരാതിരിക്കുവാൻ സഹായകമാണ്. അതുപോലെ തന്നെ ബാലൻസ് ഡയറ്റ് നൽകുവാൻ ശ്രദ്ധിക്കണം. മൗത്ത് വാഷുകളും ഉപയോഗിക്കാം. ഇനി പ്രൊഫഷണൽ കെയറിൽ അഥവാ ഒരു ഡെന്റിസ്റ്റിനെ ഈ കുട്ടികൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറൈഡ് വാർണിഷ് ആപ്ലിക്കേഷൻ, പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് ആപ്ലിക്കേഷൻ, 3 മുതൽ 6 മാസം ഇടവേളയിൽ ഡെന്റൽ ചെക്കപ്പ് ഇവയൊക്കെ വളരെയധികം സഹായകമാണ്. ഇത്തരത്തിലുള്ള കുട്ടികളിൽ ചില പ്രധാന വിഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി ബൗദ്ധിക വൈകല്യമുള്ള കുട്ടികൾ. ഇവരിൽ ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം. ഇത്തരം കുട്ടികളിൽ പല്ല് വൈകിയാണ് വരുന്നത്. മാലോക്ലൂഷൻ അഥവാ നിരതെറ്റിയുള്ള ദന്തങ്ങൾ ഇവരിൽ കൂടുതലായിരിക്കും. പെരിയോഡോണ്ടൽ ഡിസീസസ് അഥവാ മോണരോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവരെ ചികിത്സിക്കുമ്പോൾ ടെൽ ഷോ ഡു ടെക്നിക്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുക, പിന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക, പിന്നെ ചെയ്യുക, ഇങ്ങനെയുള്ള ടെക്നിക്, പിന്നെ ചെറിയ അപ്പോയിന്റ്മെന്റ്സ്, അതായത് ഷോർട്ട് വിസിറ്റ്സ്, കെയർ ഗിവേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് എന്നിവ ഇവരിൽ വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ വിഭാഗം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളാണ്. ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്, സൗണ്ട് സെൻസിറ്റിവിറ്റി, റിപ്പറ്റേറ്റീവ് ബിഹേവിയർ എന്നിവ ഉണ്ടാകാം. ഡെന്റൽ ക്ലിനിക്കിൽ നോയ്സ്, സൗണ്ട് കുറയ്ക്കുക,
അതുപോലെ ഒരു ഫെമിലിയർ എൻവയോൺമെന്റ് നൽകുക, വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുക തുടങ്ങിയ രീതികൾ ഇവരെ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ വിഭാഗം സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികളാണ്. ഇവർക്ക് മസിൽ കോർഡിനേഷൻ പ്രോബ്ലംസ് ഉണ്ടായതിനാൽ ബ്രഷിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഡ്രൂളിംഗ്, ബ്രക്സിസം, സ്വാലോയിങ് ഡിഫിക്കൽട്ടി എന്നിവയും ഈ കുട്ടികളിൽ കാണാം. ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ സെമി അപ്രൈറ്റ് പൊസിഷൻ, അതുപോലെ തന്നെ വായ തുറന്നു വയ്ക്കുവാൻ മൗത്ത് പ്രോപ്പുകൾ, നല്ല സക്ഷൻ ഡിവൈസുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ഇവരിൽ സഹായകമാണ്. അടുത്തതായി ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾ, അതായത് കേൾവിശക്തി പ്രശ്നമുള്ള കുട്ടികൾ. ഇവരുമായി സംസാരിക്കുമ്പോൾ ഡെന്റിസ്റ്റ് പേഷ്യന്റിനെ നേരിട്ട് നോക്കി സംസാരിക്കണം. വിഷ്വൽ സിഗ്നൽസ് അല്ലെങ്കിൽ റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാം. ഇനി കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ എങ്ങനെ ചികിത്സിക്കാമെന്ന് നോക്കാം. വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികളിൽ ആങ്സൈറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊസീജിയറും വെർബലി നമ്മൾ പറഞ്ഞുകൊടുത്ത് ഇൻസ്ട്രുമെന്റുകൾ ടച്ച് ചെയ്യാൻ അനുവദിച്ച് ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. മറ്റൊരു പ്രധാന അവസ്ഥയാണ് എപ്പിലെപ്സി. എപ്പിലെപ്സി ഉള്ള കുട്ടികളിൽ സീഷർ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഡെന്റൽ ട്രീറ്റ്മെന്റിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ഇവർക്കും ഷോർട്ട് അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ തന്നെ ഇവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കൽ, വായ തുറന്നുവയ്ക്കാൻ മൗത്ത് പ്രോപ്പുകൾ ഉപയോഗിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. ചികിത്സയ്ക്ക് മുമ്പ് കൃത്യമായി എപ്പിലെപ്സിയുടെ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫിറ്റ്സ് വന്നാൽ അത് വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ മുൻകൂർ തയ്യാറെടുപ്പുകൾ ചെയ്തിരിക്കണം. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെയും ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് മസ്കുലർ ഡിസ്ട്രോഫി, പാരാലിസിസ്, സ്പൈനൽ കോഡ് ഡിസോർഡേഴ്സ് തുടങ്ങിയവ. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. വീൽ ചെയർ ആക്സസ് ഉള്ള ക്ലിനിക്കുകളാണ് ഇവർക്ക് സൗകര്യം. പിന്നെ അതുപോലെ തന്നെ മോഡിഫൈഡ് ഡെന്റൽ ചെയർ പൊസിഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കെയർ ഗിവറിന്റെ സപ്പോർട്ട് തീർച്ചയായും വേണ്ടിവരും. ചിലപ്പോൾ ഫിസിക്കൽ റെസ്ട്രെയിൻസ് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഹെഡ് സപ്പോർട്ട് വേണ്ടവർക്ക് നെക്ക് പില്ലോ ഒക്കെ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള കുട്ടികളെ ചികിത്സിക്കുമ്പോൾ ബിഹേവിയറൽ മാനേജ്മെന്റ് ടെക്നിക്സ് വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ടെൽ, ഷോ, ഡു ടെക്നിക്, അതുപോലെ തന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, കുട്ടി സഹകരിച്ചാൽ കുട്ടിക്ക് ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുക, ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ്, മോഡലിംഗ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് സ്റ്റെബിലൈസേഷൻ, ഇത് വളരെ പ്രധാനമാണ്. സ്ഥിരം ചികിത്സിക്കുന്ന ഡോക്ടറിനോട് പ്രയർ കൺസെന്റ് വാങ്ങുക വളരെ നിർബന്ധമാണ്. ഇനി മറ്റൊരു ടെക്നിക്കാണ് കോൺഷ്യസ് സെഡേഷൻ. ചിലപ്പോൾ കുട്ടികൾക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ് കോപ്പറേറ്റ് ചെയ്യാൻ കഴിയാതെ വരാം. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കോൺഷ്യസ് സെഡേഷൻ ഉപയോഗിക്കാം. കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത് പേഷ്യന്റ് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആകാതെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോഴും ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ആണ്. ഡെന്റൽ പ്രാക്ടീസിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്നത് നൈട്രസ് ഓക്സൈഡ് ഓക്സിജൻ ഇൻഹലേഷൻ സെഡേഷൻ ആണ്. ഇത് സേഫ് ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ആക്ഷൻ തരുന്നതും പെട്ടെന്ന് ഈസിലി റിവേഴ്സിബിൾ, പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ എളുപ്പമുള്ളതുമാണ്. ചില കുട്ടികളിൽ ഇത് കൂടാതെ ഓറൽ സെഡേഷൻ നൽകാം. ഇനി ഹോസ്പിറ്റൽ സെറ്റിങ്ങുകൾ ആവശ്യമുണ്ടെങ്കിൽ IV സെഡേഷൻ ഉപയോഗിക്കാം. സെഡേഷൻ നൽകുമ്പോൾ പൾസ്, ഓക്സിജൻ സാച്ചുറേഷൻ, ബ്ലഡ് പ്രഷർ തുടങ്ങിയ വൈറ്റൽ സൈൻസ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി കോൺഷ്യസ് സെഡേഷൻ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കാവുന്നത് എന്ന് നോക്കാം. ആങ്ഷ്യസ് ചിൽഡ്രൻ, മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, സ്ട്രോങ് ഗാഗ് റിഫ്ലക്സ്, അതായത് എപ്പോഴും ഓക്കാനം വരുന്ന കുട്ടികൾ എന്നിവർക്ക് കോൺഷ്യസ് സെഡേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ കൊടുക്കാൻ പാടില്ലാത്ത കോൺട്രാ ഇൻഡിക്കേഷൻ ഉള്ള കുട്ടികളുണ്ട്. സിവിയർ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉള്ള കുട്ടികൾ, സിവിയർ അൺകോപ്പറേറ്റീവ്നെസ്, ഒട്ടും സഹകരിക്കാത്ത കുട്ടികൾ, ഹൃദ്രോഗബാധിതർ എന്നിവർക്കൊക്കെ കോൺഷ്യസ് സെഡേഷൻ അത്ര നല്ലതല്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ ഡെന്റൽ കെയറിൽ പാരന്റ്സിനും കെയർ ഗിവേഴ്സിനും വലിയ പങ്കുണ്ട്. അവർ ബ്രഷിംഗ് സൂപ്പർവൈസ് ചെയ്യണം. ഒരു ഇലക്ട്രിക് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും സൗകര്യം. ഷുഗറി ആൻഡ് സ്റ്റിക്കി ഫുഡ്സ് കുറയ്ക്കണം. റെഗുലർ ഡെന്റൽ വിസിറ്റ്സ് 3 മുതൽ 6 മാസത്തിലൊരിക്കൽ ഉറപ്പാക്കണം. മെഡിക്കൽ ഹിസ്റ്ററി ഡെന്റിസ്റ്റിനെ അറിയിക്കണം. കൂടാതെ ബോധപൂർവമായ ശാസനയും അവരുടെ ആശയവിനിമയ മാർഗങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതവും സമ്പൂർണവുമായ ദന്തപരിചരണവും ഉറപ്പുവരുത്തണം. വീഴാൻ സാധ്യതയുള്ള കുട്ടികളായതിനാൽ പ്രത്യേക ശ്രദ്ധ വീട്ടിൽ ഉറപ്പുവരുത്തണം. അവസാനമായി പറയേണ്ടത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സഹാനുഭൂതി, ക്ഷമ, പ്രത്യേക ശ്രദ്ധ എന്നിവ ആവശ്യമാണ്. പ്രോപ്പർ പ്രിവെന്റീവ് കെയർ, ബിഹേവിയർ മാനേജ്മെന്റ് ടെക്നിക്സ് ആവശ്യമുള്ളപ്പോൾ സെഡേഷൻ എന്നിവ ഉപയോഗിച്ച് ഇവർക്ക് നല്ല ഓറൽ ഹെൽത്ത് ഉറപ്പാക്കുവാൻ കഴിയും. ഹെൽത്തി മൗത്ത് ലീഡ്സ് ടു ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ ദന്തസംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജ ജെ.